ആപ്കി അദാലത്തിൽ ഫിലിം ലോകത്തെ ലെജൻഡായ ധർമ്മേന്ദ്രന് മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം കെയർലെസ് ആയ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര സർ, ജനങ്ങൾ താങ്കളെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. 55 വർഷങ്ങളായി 300 സിനിമകൾ. ദിലീപ് കുമാർ, ദേവാനന്ദ്, രാജ് കപൂർ, അമിതാഭ് ബച്ചൻ, ഇങ്ങനെ പല സൂപ്പർ സ്റ്റാർസ് വന്നാലും താങ്കൾക്ക് ഒരു സ്ഥാനമുണ്ട്. പക്ഷേ താങ്കളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. നമ്പർ 1 ആകണമെന്ന് ഒരിക്കൽ പോലും താങ്കൾ ആഗ്രഹിച്ചില്ലേ? അതായത് സാർ, നമ്മുടെ ഈ ചലച്ചിത്ര ലോകം വളരെ പ്രത്യേകതയുള്ളതാണ്. ഇവിടെ ആരും ഒന്നുമല്ല. അതുപോലെ ഒരാളെപ്പോലെ മറ്റൊരാൾ ഉണ്ടാവില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ ऐसे वैसे लोग बन जाते हैं कैसे कैसे. मुझे तो मैं भी ना बनना आया, वैसा बनो तो कैसे. അതായത് മനോഹരമായൊരു പോയമുണ്ട്. അതായത് ശരിക്കും നമ്പർ 1, സ്റ്റാർ ഓഫ് ദിസ്, സ്റ്റാർ ഓഫ് സെഞ്ചുറി, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. കൂടാതെ ബാദ്ഷാ, അങ്ങനെ പലതും പറയും. അതിനുള്ള എന്റെ ഉത്തരം, हम 3 में हैं न 13 में. हम 3 में हैं न 13 में हैं, मगर खुदा के बंदों की उस गिनती में हैं जो खुदा को मोहब्बत को खुदा कहते हैं. जोरे मोहब्बत बना लिए हैं घर दिलों में. अब दिलों से निकाले हम कहाँ निकलते हैं. ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. എന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അത് വേണം, ഇത് വേണം, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, പണം സമ്പാദിക്കണം, മാർക്കറ്റിംഗ് ചെയ്യണം, ഇതൊന്നും എനിക്ക് മറ്റുള്ളവരെ പോലെ അത്ര അറിയില്ല. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കണം, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നാണ്. പണം വരും പോകും, പക്ഷേ പണം അധികം കയ്യിൽ വരുമ്പോൾ പ്രശസ്തി ഉണ്ടാകും. പ്രശസ്തി എന്നതൊരു ലഹരിയാണ്. അത് കൂടും കുറയും. പക്ഷേ സ്നേഹമെന്നത് എല്ലാ കാലത്തും ഉണ്ടാകും. അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. ഈ സ്നേഹത്തിന് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും സ്ഥാനമുണ്ടാകും. ഇനി അതൊരിക്കലും മാറ്റാനാവില്ല. ജനങ്ങൾ താങ്കളെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. താങ്കളും ആ സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്തു. അതിനനുയോജ്യമായ രീതിയിൽ താങ്കൾക്ക് വലിയ വലിയ സിനിമകളും ലഭിച്ചു. പക്ഷേ താങ്കൾ അത് തട്ടിയകറ്റി. അതിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഐ വാണ്ട് ടു ഡു രാജ്കുമാർ സാറിന്റെ റോൾ, ലവ്ലി റോൾ, വളരെ നല്ല റോളാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചോപ്ര സാറിനോട് പറഞ്ഞു, സാറേ, ഞാനൊരു തുടക്കക്കാരനാണ്, ഞാൻ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്, ഫീൽഡിൽ പുതിയതാണ്. അതായത് രാജ്കുമാർ സാറിന്റെ റോളെന്ന് വെച്ചാൽ അത് എൽഡർ ബ്രദറിന്റെ റോളാണ്. അദ്ദേഹത്തിന്റെ ഇളയത് സുനിൽ ദത്ത്, അദ്ദേഹത്തിന്റെ ഇളയത് ശശി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നെ നടുക്ക് ചേർക്കാൻ. ഒരുപക്ഷെ ആ റോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വല്യേട്ടന്റെ റോളായിരിക്കും കിട്ടുക. അതിനദ്ദേഹം നോക്കട്ടെ, ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കാൻ നോക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ വല്യേട്ടനായിട്ട് അഭിനയിക്കണം. അത് കഴിഞ്ഞ് ഞാനും വേണ്ടെന്ന് പറഞ്ഞു, ഇത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോ ആക്ച്വലി അമിതാഭ് ബച്ചനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റി. അത് ശരിക്കും എന്നെ, അതെനിക്ക് സന്തോഷവും തന്നു, സങ്കടവും ഉണ്ടാക്കി. സങ്കടം എന്താന്ന് വെച്ചാൽ ആ സിനിമ 17,000 രൂപയ്ക്കാണ് സലീമിൻ്റെ നിന്ന് വാങ്ങിച്ചത്. അതെൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സമാധി എന്നൊരു പടം പ്രകാശ് മെഹ്റയോടൊപ്പം ചെയ്തു. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ഞാൻ ചെയ്യാം, ഇത് എൻ്റെ അടുത്ത് തരുമെന്ന് പറഞ്ഞു. എന്നെ ഏൽപ്പിക്കൂ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെയല്ലേ, നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും ഒന്നാ, എനിക്ക് പ്രൊഡക്ഷൻ അറിയില്ല. പിന്നെ ആ കഥ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. എനിക്കൊരു കസിൻ സിസ്റ്ററുണ്ട്. അവര് ക്രോധി എന്നൊരു സിനിമ ചെയ്തു. അവരെന്തെങ്കിലും, അതായത് പ്രകാശ് മെഹ്റയോട് ഈ പടത്തിനു വേണ്ടി അപ്രോച്ച് ചെയ്തിരിക്കാം. പ്രകാശ് മെഹ്റ അത് നിഷേധിക്കാനും എന്തെങ്കിലും കാരണമുണ്ടാവാം. അതിനുശേഷം എൻ്റെ സിസ്റ്റർ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. നീ ഇങ്ങനെ ചെയ്താൽ അതങ്ങനാവും, അങ്ങനെ ചെയ്താൽ ഇങ്ങനാവും, ഇതുപോലെ എമോഷണലായി പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ വിലക്കി. എൻ്റെ വീട്ടിലും പറഞ്ഞു വേണ്ട, അത് ചെയ്യരുതെന്ന്. ആ സിനിമ ഉപേക്ഷിച്ചതിൽ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. എന്തായാലും എനിക്ക് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സിനിമ. പ്രകാശ് മേരയോടൊപ്പം പടം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. അതെ, ഇത് ചെയ്യരുത്, ആ അസൂയ കൊണ്ടാണ് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞത്. അതർവൈസ് അത് എന്റെ സിനിമയാകുമായിരുന്നു. എന്റെ മുടി വളരെ ഷോർട്ടായിരുന്നു. പിന്നെ എന്നും പ്രകാശ് മെഹ്റ പറയുമായിരുന്നു നമുക്ക് ഈ സീൻ ഇങ്ങനെ എടുക്കണം, അങ്ങനെ എടുക്കണം. സമാധി സിനിമ ഒരുപാട് ഹിറ്റായ പടമായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. പിന്നെ ഹീ ട്രൈഡ് ദേവ് സാർ, പിന്നെ രാജ്കുമാർ സാർ, പിന്നെ ട്രൈ അതേഴ്സ്. ദെൻ അൾട്ടിമേറ്റ്ലി
അതങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നു. പിന്നെ അത് ഇന്ന് സെഞ്ചീർ എന്ന പേരിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ലൈനിൽ ഇതുപോലെയൊക്കെ സംഭവിക്കുക സാധാരണയാണ്. അപ്പോ അമിതാഭ് ബച്ചന് ഷോലെ സിനിമയിൽ താങ്കളാണോ റോൾ വാങ്ങിച്ചു കൊടുത്തത്? ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹം എങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ല, അമിതാഭ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ റോൾ എനിക്ക് ധരംജിയാണ് വാങ്ങിച്ചു തന്നതെന്ന്. അതെ, അത് സത്യമാണ്. അദ്ദേഹം ഇടയ്ക്കിടെ വന്ന് എന്നെ കാണാറുണ്ട്. അല്ലെങ്കിൽ ആ റോൾ ശത്രുവിന് കിട്ടേണ്ടതായിരുന്നു. ശത്രു എന്നെ കണ്ടപ്പോ ചേട്ടാ എന്തിനാ ആ റോള് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു പോയാന്ന് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ചാ അദ്ദേഹമാണല്ലോ ആദ്യം വന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഞാനൊരു ഫോയിൽ പറഞ്ഞു. പിന്നെ മറ്റൊരു സിനിമ, അതായത് അമർ അക്ബർ ആന്റണി, ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം ചാച്ചാ ഭതീജ ചെയ്തു, ധരംവീർ ചെയ്തിരുന്നു. അതും ഡബിൾ ഷിഫ്റ്റില്. ഭയങ്കര ക്ഷീണമായിരിക്കും. 16 മണിക്കൂർ ജോലി, ചിലപ്പോഴൊക്കെ 20 മണിക്കൂറും വേണ്ടിവരും. അന്ന് ഞാൻ മൻമോഹൻ ദേശായിയോട് പറഞ്ഞു, നീ മറ്റാരെങ്കിലും വെച്ച് ഈ സിനിമ എടുത്തോ, നമുക്ക് അടുത്ത പടത്തിൽ ജോയിൻ ചെയ്യാന്ന്. പക്ഷേ അദ്ദേഹം അന്നേരം ഒന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈഗോ, ഈ ഫീൽഡിൽ ഈഗോ കൂടുതലാണല്ലോ. ഈഗോ ഒരു ഭയങ്കര രോഗമാണ്. ഒരാൾക്ക് പിടിപെട്ടാൽ അത് മറ്റൊരാൾക്കും ഉടനെ പിടിപെടും. ഒരിക്കൽ ഈഗോ തോന്നിയാൽ അദ്ദേഹം വന്ന് അങ്ങനെ ചെയ്തു. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാ, ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന്. അതിനുശേഷം ഒരിക്കൽ നമ്മുടെ റൂട്ട് മാറിയാൽ പിന്നെ അത് നിരന്തരമായി മാറും. ഞാൻ എൻ്റെ സെൽഫ് റെസ്പെക്ട് എപ്പോഴും വലുതായി കരുതും. പക്ഷെ അമർ അക്ബർ ആന്റണി നല്ല സിനിമയല്ലേ? നല്ല സിനിമ തന്നെയാ. ഒരു പക്ഷെ ആ സിനിമ ചെയ്താലും എന്ത് സംഭവിക്കുമായിരുന്നു? എല്ലാം നേടി सब कुछ पाकर भी हासिल जिंदगी कुछ भी नहीं. मैंने देखे एक से एक सिकंदर खाली हाथ जाते हुए. അതായത് നമുക്ക് ഇത് വേണം, ഇത് വേണം, ഇതും വേണം എന്നൊക്കെ പറഞ്ഞ, അതായത് അത്യാർത്ഥി പാടില്ല. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നതാണ് ഏറ്റവും വലുത്. ഈ സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഈ സ്നേഹത്തിന് വേണ്ടിയാണ് ഞാൻ ജനിച്ചത് തന്നെ. താങ്കൾ ഷോലയിൽ അമിതാഭ് ബച്ചന് റോൾ വാങ്ങിച്ചു കൊടുത്ത് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. അദ്ദേഹം പോപ്പുലറായി ഏ ദോസ്തി ഹംനയി ചോടയെങ്കി പാട്ടും. പക്ഷെ അവൻ ആ പാട്ടിലാണ് ചിരിച്ചിരുന്നത്, പിന്നെ ചിരിച്ചിട്ടേ ഇല്ല. ആ പാട്ടിൽ അവൻ ഏതോ സിതി, പിന്നെ ഒരു സീനിൽ പോലും അവനുമായിട്ട് ചിരിച്ച് സംസാരിച്ചിട്ടില്ല, ഒന്നിലുമില്ല. ശരിക്കും നോക്കിയാൽ സ്റ്റൈലാണ്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈല്. ഞാൻ കളി തമാശയോടെ ആയിരിക്കും, കളിയും തമാശയും. പക്ഷേ ആ സിനിമ മുഴുവൻ, പക്ഷെ ആ സിനിമയിൽ മൊത്തം താങ്കൾ കോമഡിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതായത് ബെസ്റ്റ് റോൾ എന്ന് വെച്ചാൽ വീരുവാണ് എൻ്റെ ബെസ്റ്റ് റോൾ എന്ന് ഞാൻ പറയും. അതിനുശേഷം ഇടയ്ക്കൊക്കെ ചില സംസാരങ്ങളുണ്ടായി. ഗബ്ബർ റോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ടാക്കൂർ റോൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഇത്രയും നല്ല വീരുവിന്റെ റോൾ ഉപേക്ഷിച്ച് ഞാൻ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? കൈ പുറകിൽ കെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ വാ ഒരു സൈഡിലേക്ക് കോടിക്കൊണ്ട്, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പറയൂ. ഹീറോയിനോടൊപ്പം കളർഫുള്ളായി റൊമാൻറ്റിക്കായി പാട്ടൊക്കെ പാടുന്നത് കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ പോണോ? ഇതൊക്കെ ആരെങ്കിലും മിസ് ചെയ്യൂ? ഹേമാമാലിനി ആ സിനിമയിൽ ഉള്ളതുകൊണ്ടായിരുന്നോ താങ്കൾ വീരുവിന്റെ റോൾ ചെയ്തത്? नहीं इसलिए भी ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ഒന്നും പറയാതെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ഈ പട്ടികളുടെ മുന്നിൽ ഡാൻസ് കളിക്കാൻ പാടില്ലെന്നുള്ള ഒരു ഇമോഷണൽ ഉണ്ടായിരുന്നില്ലേ? അത് യഥാർത്ഥത്തിൽ ഇവിടെ നോക്കിയാണെങ്കിൽ പല കഥകൾ ഈ വിഷയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. താങ്കൾ താങ്കളുടെ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. അതായത് മദ്യപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുകയില്ല. അതെ, അതങ്ങനെ തന്നെയാ. ഇന്ന് ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കണ്ണാടി എന്നോട് പറയും, इश्क ने मारा तुझे शराब ने मारा, मिलता ना वरना कोई सानी तुम्हारा. और मैं भी जवाब दे देता हूँ खसियाना से होकर कि शराब ना होती इश्क ना होता, ये जीना भी कोई जीना होता. പക്ഷേ ഇത് സത്യമാണോ? ഞങ്ങൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ മുംബൈയിൽ എങ്ങനെയാണോ മഴ പെയ്യുന്നത്, നോൺ സ്റ്റോപ്പായിട്ട് പല ദിവസങ്ങൾ തോറും മഴ പെയ്യും, അതുപോലെ തന്നെ അല്ല, താങ്കൾ അങ്ങനെയല്ല. non-stop. ഇടയ്ക്കൊരു 6 മാസം നിർത്തും, ബാഡ്മിന്റൺ കളിക്കും, സ്വെറ്റൗട്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നെ ഞാൻ മാറ്റും. അതിനുശേഷം വീണ്ടും തുടങ്ങും. ഞാൻ കുറച്ച് എക്സ്ട്രീമിസ്റ്റായ വ്യക്തിയാ. ലസ്സിയിൽ മിക്സ് ചെയ്തും കുടിക്കുമായിരുന്നു. അതായത് ഒരിക്കലൊരു സംഭവം ഉണ്ടായി. ആഗിയാകുന്ന ഷൂട്ടിങ്ങിന് പോവുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ബിയർ കുടിക്കണമെന്ന് തോന്നി.
സോ ഈ മൗഷ്മി ചാറ്റർജി എന്നെക്കുറിച്ച് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഞാൻ അദ്ദേഹത്തോട് നല്ല പതയോടുകൂടി എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ബീറാവുമ്പോൾ മേലെ നുരയും പതയും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനവര് ഹേ ധർമ്മേന്ദ്ര, നീ എന്താ കുടിക്കുന്നേ? ഞാൻ ലസ്സിയാ കുടിക്കുന്നേ. അത് ശരി, എന്നാ എനിക്ക് കുറച്ചതാ. അവർക്ക് കാര്യം അറിയാം, ഞാൻ ബീറാണ് കുടിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. ശരി ശരി, ഞാൻ ബീറാണ് കുടിക്കുന്നതെന്ന് ഞാനും സമ്മതിച്ചു. ബീർ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ക്യാമറാമാൻ ഉണ്ടല്ലോ, ഷോലയിൽ ജിം. അദ്ദേഹത്തിന് പകൽ സമയങ്ങളിൽ റൊട്ടീനാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. അത് അദ്ദേഹത്തിന് ഒരു ശീലമായി മാറി. ഞാൻ പുറകിലാണ് ഇരുന്നത്, എൻ്റെ മുമ്പിലാണെങ്കിൽ ബിയറുണ്ട്. ഞാൻ അതിൽ നിന്ന് എടുത്ത് കുടിച്ച് അവിടെ തന്നെ വെക്കും. പിന്നെ അദ്ദേഹം കുടിക്കുമ്പോൾ നോക്കും, ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കി എവിടെ പോയെന്ന് ചിന്തിക്കും. പിന്നെ പ്രൊഡക്ഷനിൽ പറഞ്ഞു, സാർ 12 ബോട്ടിലായിന്ന്. എന്ത്, ഞാൻ കുടിച്ചെന്നോ? ഹൗ ഇറ്റ് ഹാപ്പൻ, ഐ ഡോണ്ട് നോ. ആൻഡ് ദെൻ ഗ്രാജുവലി അദ്ദേഹത്തിന് മനസ്സിലായി, ഓഹോ യു ഡ്രിങ്ക്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? ഇതൊക്കെ എൻജോയ് ചെയ്യണം. ഞാൻ താങ്കളെ ഫിലിം ഫെയർ അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് കണ്ടിരുന്നു. അതെ, നിങ്ങളും എന്നെ കണ്ടിരുന്നു, ഞാനും നിങ്ങളെ കണ്ടു. പക്ഷേ താങ്കൾ മദ്യപിക്കുമ്പോൾ ഞാൻ കണ്ടു. ശരിയാ, പക്ഷെ നിങ്ങൾ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാനത് തുടരുകയും ചെയ്തു. ഇതൊക്കെ സാധാരണയല്ലേ, ഫിലിം ഫെയർ ഫംഗ്ഷൻ എൻജോയ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? പക്ഷേ പലരും അറിയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും മദ്യപിച്ചിട്ടും, അതായത് പൊതുവെ പറയാറില്ലേ ഫിലിം ഇൻഡസ്ട്രിയുടെ ബിഗസ്റ്റ് ബൂസർ. അതെ, പക്ഷേ താങ്കൾ അഭിനയിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നതേയില്ല. എന്റെ ലിവർ വളരെ സ്ട്രോങ് ആണ്. അതൊക്കെ ഞാൻ ഉടനെ മറക്കും. അതായത് ഞാൻ ഓരോ കഥാപാത്രവും ഹാർട്ട്ഫുൾ ആയിട്ടാണ് ചെയ്യുക. ഞാനൊരു മെത്തേഡ് ഓഫ് ആക്ടർ അല്ല. ഞാൻ ഒരു സ്റ്റൈലും പിന്തുടരില്ല. എന്നിട്ടും ഞാൻ, അതായത് എന്നെ ചുപ്കയിൽ കാണാൻ ഒരു ടൈപ്പായിരിക്കും, ഷോലയിൽ വേറെ ടൈപ്പായിരിക്കും, പ്രതിജ്ഞയിൽ വേറെ ടൈപ്പായിരിക്കും. അങ്ങനെ പല രീതിയിൽ എനിക്ക് തന്നെ തോന്നും ഇത് ഞാനാണോ ചെയ്തതെന്ന്. എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ഒരു മെത്തേഡ് ആക്ടിങ്ങും അതിലില്ലല്ലോ എന്നോർത്ത്. അല്ലെങ്കിൽ വളരെ വിഷമമായിരിക്കും. അതൊന്നും അറിയാതെ വളരെ നല്ല രീതിയിൽ വന്നാൽ അത് നല്ല കാര്യമല്ലേ? സിനിമയിലെ സ്റ്റണ്ടൊക്കെ താങ്കൾ തന്നെയാണോ ചെയ്യുന്നത്? അതെ, ഞാൻ ഒത്തിരി സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുതിരയെ ഗാൽ ചെയ്ത് ഷോലയിൽ മറ്റൊരാളുടെ മേത്ത് ജമ്പ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് വീഴണം. അത് കഴിഞ്ഞ് വീണ്ടും കുതിരപ്പുറത്ത് കയറണം. ആ കുതിരയുടെ ഹൂക്സ് താഴെ വീണയാളുടെ മേത്തുകൂടിയായിരുന്നു പോയത്. ആ കുതിരയെ ഞാൻ ശക്തിയായി വലിച്ചു. അപ്പൊ ലക്കിലി കുതിര ആ ഭാഗത്തേക്ക് വീണു, ഞാൻ ഇപ്പുറത്തേക്കും വീണു. പിന്നെ ഒരു ഷോട്ടുണ്ടായിരുന്നു, മേരാ ഗാവ് മേരാ ദേശ് മേ. അതായത് ഞങ്ങളുടെ ഡയറക്ടർ വളരെ എമോഷണലായ ആളാ. ഞാൻ ഞങ്ങളുടെ സ്റ്റൺ ഡയറക്ടറോട് പറഞ്ഞു, അദ്ദേഹത്തോട് ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയരുത്. ആ സീൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, കൊള്ളക്കാർ എന്നെ കൊണ്ടുവന്ന് അവരുടെ സ്ഥലത്തേക്ക് ഇറക്കി വിടും. അതായത് കുതിരപ്പുറത്താണ് അവരെന്നെ കൊണ്ടുവരുന്നത്. കുതിര ചാടുമ്പോൾ ഞാൻ താഴേക്ക് വീഴും. അതാണ് സീൻ. ദാറ്റ് ഷോട്ട് ഐ ഗേവ് മൈസെൽഫ്. അതായത് ഒരു നല്ല ഷോട്ട് കിട്ടുകയാണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യൂ, ഒരിക്കലും ആ നല്ല ഷോട്ട് പാഴാക്കരുതെന്ന്. സോ ഞാൻ താഴെ വീഴുമ്പോൾ അന്നേരം ഡയറക്ടർ പറഞ്ഞു, ധർമ്മേന്ദർ, അവനെ പുറകിലോട്ട് വലിച്ചു. ഇവിടെ എന്താ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അദ്ദേഹം ടെൻഷനായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറ് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ സ്വയം ചെയ്തതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ധൈര്യവാനായിരുന്നു. ഞാൻ ഗ്രാമത്തിൽ വളർന്നയാളാണ്. കുളത്തിനടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ബാനിയൻ ട്രീയിൽ നിന്ന് താഴേക്ക് ചാടും മൂക്ക് പൊത്തിക്കൊണ്ട്. അതെത്ര ഹൈറ്റാണെങ്കിലും ശരി. വീട്ടിലുള്ളവര് തുണി മണത്തോണ്ട് ചോദിക്കും ഏത് കുളത്തിലാ ഇന്ന് ചാടിയെന്ന്. ഒരു സിനിമയിൽ ചീറ്റയോടൊപ്പം ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, അതും താങ്കൾ തന്നെയാണോ? അത് ഡ്യൂപ്ലിക്കേറ്റ് ചീറ്റയാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. എന്തൊക്കെയാ നീ കാണിക്കുന്നതെന്ന്. അപ്പോ ആരും താങ്കളോട് പറയാറില്ലേ, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, ഇത്രയും വലിയൊരു സ്റ്റാർ, എന്തിനാണ് പോയി ചീറ്റയോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് ചെന്നു, തേവർന്നൊരു വലിയ ഡയറക്ടർ. ഫസ്റ്റ് ഡേ 4 ടൈഗേഴ്സിനെ വാ പൊളന്നുകൊണ്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാൻ അവയോട് ഹേ ഹേ എന്ന് ചെയ്തോണ്ട്. അപ്പോ അവരുടെ ഒരാള് മദ്രാസ് സ്റ്റൈലിൽ പറഞ്ഞു, സാർ ഇവൻ ഭയങ്കര റൗഡിയാ, വലിയ റൗഡിയാ, കെയർഫുൾ എന്ന് പറഞ്ഞു. അത് ശരി. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നീ വണ്ടി എന്തിനും റിവേഴ്സ് എടുക്കാൻ തയ്യാറാക്കി നിർത്തിക്കോ. ജീപ്പ് ഡ്രൈവർ വല്ലാതെ പേടിച്ച് നിൽക്കുമായിരുന്നു. പക്ഷെ ഒരു ആക്ടർക്ക് ആക്ട് ചെയ്തല്ലേ പറ്റൂ.
ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് ധൈര്യമായിട്ട് അഭിനയിച്ചു. ആദ്യം ഞാൻ കരുതിയത് ഇതിനെ അഴിച്ചു വിട്ടിരിക്കുന്നുണ്ട് ഇത് മുഖമൊക്കെ കീറിപ്പറിക്കുമെന്ന് ഞാൻ കരുതി. ഒരു ആക്ടറുടെ കവിളൊക്കെ കീറിപ്പറിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അതോർക്കുമ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്നാലും കെയർഫുള്ളായിട്ടാണ് ഞാൻ ചെയ്തത്. അതായത് ദൈവം ധൈര്യം തന്നിട്ടുണ്ട്, ആത്മാർത്ഥത തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ഒരു ആക്ടർക്ക് എന്തൊക്കെ സവിശേഷതകൾ വേണോ അതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. ദൈവം താങ്കൾക്ക് എല്ലാ ഗുണങ്ങളും നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ സ്നേഹമുണ്ടായിരുന്നു, സിനിമയെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. പക്ഷേ അവാർഡിന്റെ കാര്യത്തിൽ കുറച്ച് അലക്ഷ്യമായിട്ട് ഇരുന്നിരുന്നു. അത് തരുന്നതിനേക്കാൾ വാങ്ങുന്നതിലാണ് അലക്ഷ്യം കാണിച്ചത്. നിങ്ങൾക്ക് പ്രഖ്യാപിച്ച അവാർഡ് ചെന്ന് വാങ്ങണമല്ലോ, പിന്നീട് വാങ്ങാന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ആദ്യമൊക്കെ ട്രോഫി വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വേഗം അവിടെ ചെന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കും. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കി തന്നാ എടുത്ത് കഴിക്കാം. പക്ഷെ എനിക്കങ്ങനെ ഉപ്പുമാവൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എനിക്കങ്ങനെയൊന്നും ചെയ്ത് ശീലവുമില്ല. ഈ അവാർഡിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് ഇതാ ഇവരാണ്. ഇത് മതി. ഇതിനേക്കാളും വലിയ അവാർഡ് വേറെന്താ ഉള്ളത്? ലവ് ദം. ഇതാണ് എല്ലാം. അതായത് ഒരു കവിതയുണ്ട്, ആവാസെ ഖൽഖ് നക്കാറെ ഖുദാ ഹോത്തി ഹൈ. ഈ ശബ്ദം ദൈവം കേൾക്കും. അതിന്റെ കൂടെ മറ്റൊരു വരി കൂടി ഞാൻ ചേർത്തു. ഞാൻ എഴുതുന്നത് എനിക്കിഷ്ടമാണ്. कि आवाज़ खल्क अगर नकारा खुदा होती है तो खिदमत खल्क भी इबादत खुदा होती है. അവരെ സേവിക്കണം. എന്റെ ആക്ടിങ്ങിലൂടെ ഞാൻ അവരെ സേവിക്കുന്നു. ഇവരിവരുടെ ശബ്ദത്തിലൂടെ എന്നെ ദൈവത്തിലെത്തിക്കും. ഞങ്ങളുടെ ധർമ്മേന്ദ്രയെ നോക്കിക്കോളണേ ദൈവമേ, കേൾക്കുന്നുണ്ടോ മുകളിലുള്ളവനെ എന്നിവർ ചോദിക്കും. തീർച്ചയായും ഇങ്ങനൊരു ശ്രമം ഉണ്ടാകും. എനിക്ക് പലപ്പോഴും അവാർഡ് കിട്ടുമ്പോൾ ഫോണോ അല്ലെങ്കിൽ ലെറ്ററോ ഒക്കെ വരും. സാർ, ഈ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയ പോലെയുണ്ടെന്ന്. സാർ അവാർഡ് വാങ്ങിച്ചാൽ അത് ഞങ്ങൾ വാങ്ങിയ പോലെയാണെന്ന്. അതുപോലെ എനിക്ക് എന്ത് അവാർഡ് കിട്ടിയാലും ഇതും നിങ്ങൾക്കുള്ളതാണെന്ന് ഞാൻ പറയും. നേടിയതെല്ലാം അവർ കാരണമാണ്.